നമസ്കാരം. വീണ്ടും തുടരുന്നു. ഇതിൻ്റെ 2 ഭാഗങ്ങൾ മുൻപിൽ ഇട്ടിട്ടുണ്ട്. അതുകൂടി കാണുവാൻ അഭ്യർത്ഥിക്കുകയാണ് എല്ലാവരോടും. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് സുപ്രശസ്ത മനഃശാസ്ത്രജ്ഞനായിട്ടുള്ള വിൽസൺ കോളിൻസിൻ്റെ വിഖ്യാതമായ ഒരു കൃതിയുണ്ട്. ആ കൃതിയുടെ പേര് ലൈംഗിക വാസനയുടെ ഉൽപ്പത്തി എന്നാണ് ആ കൃതിയുടെ പേര്. ആ കൃതിയിൽ അദ്ദേഹം പ്രത്യേകമായിട്ടൊരു കാര്യം പറയുന്നുണ്ട്. ആ കാര്യം ഇതാണ്: സ്ത്രീയുടെ ജനനേന്ദ്രിയം മൂടി വച്ചിരിക്കുന്ന അല്ലെങ്കിൽ മറയ്ക്കപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ അവളുടെ പൊക്കിൽ കുഴി ആ ലൈംഗിക അവയവത്തിൻ്റെ പ്രതീകമായി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ കൂടുതൽ വിശദീകരിക്കാതെ തന്നെ നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഞാനിതിൻ്റെ 1-ാം ഭാഗത്ത് പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ ഇവിടെ എടുത്തു പറയേണ്ടതുണ്ട്. അതെന്താണെങ്കിൽ, വസ്ത്രധാരണം ആരംഭിക്കുന്നത് നാണം മറയ്ക്കുക എന്നുള്ള ഉദ്ദേശത്തോടെയല്ല, പകരം നഗ്നതയെ ചൂണ്ടിക്കാണിക്കുക എന്നുള്ള ഉദ്ദേശമാണ് അതിന് പുറകിലുണ്ടായിരുന്നത്. പ്രത്യേകിച്ചും സ്ത്രീകളുടെ കാര്യത്തിൽ ആദ്യത്തെ വസ്ത്രധാരണം പച്ചകുത്തായിരുന്നു. ഈ പച്ചകുത്ത് സ്ത്രീയുടെ ജനനേന്ദ്രിയത്തിന് ചൂണ്ടിക്കാണിക്കുന്ന രീതിയിൽ അടിവയറിൽ നിന്നൊരു വി പോലെ അങ്ങോട്ട് കുത്തുകയായിരുന്നു. അതിനൊരു പ്രധാനപ്പെട്ടൊരു കാരണമുണ്ടായിരുന്നു. പുരുഷൻ്റെ ജനനേന്ദ്രിയം പ്രകടമാണ്, അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ സ്ത്രീയുടെ ജനനേന്ദ്രിയം ഗുപ്തമാണ്, താഴെയാണ്. അതുകൊണ്ട് തന്നെ അതിൽ ആകർഷിക്കപ്പെടണമെങ്കിൽ അതിലേക്ക് ഒരു ഊന്ന് കൊടുക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് പിന്നീട് വസ്ത്രധാരണം നാണം മറയ്ക്കുവാനുള്ളതായി തീർന്നതിന് ശേഷം ഈ മറയ്ക്കപ്പെട്ട നഗ്നതയുടെ ഒരു പ്രതീകത്തെ സ്ത്രീയുടെ ശരീരത്തിൽ കണ്ടെത്തേണ്ടതുണ്ടായിരുന്നു. അതിനുവേണ്ടിയാണ് പൊക്കിൽ കുഴിയെ ഉപയോഗിച്ചത്. നമ്മുടെ സിനിമാക്കാരും ടെലിവിഷൻകാരുമൊക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു സ്ത്രീ ലൈംഗികതയുടെ പ്രതീകമാണ് പൊക്കിൽ കുഴി. അടുത്ത ഭാഗത്ത് ഇതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കാം. നമസ്കാരം.